സുന്ദരനായ താടിക്കാരൻ കാറൽ മാർക്സ് സാഹിബിന് സുന്ദരിയായ ഏംഗൽസ് മദാമയിൽ മീനമാസത്തിലുണ്ടായ ഉണ്ണിയാണ് ലെനിൻ, ഉണ്ണി ലെനിൻ. ആ ഉണ്ണി വലുതായി വിവരം വെച്ചപ്പോ സായിപ്പും മദാമയും ഈ വലുതായ ഉണ്ണിയും കൂടി ഒരേ മേശപ്പുറത്തിരുന്ന് എഴുതാൻ തുടങ്ങി. സായിപ്പിന് കൈ കിഴക്കുമ്പോൾ മദാമ എഴുതും, മദാമയ്ക്ക് കൈ കിഴക്കുമ്പോൾ ഉണ്ണി ലെനിൻ എഴുതും. അങ്ങനെ അവർ 3 പേരും കൂടി കൈമാറി കൈമാറി എഴുതി ഉണ്ടാക്കിയതാണ് ദസ് ക്യാപിറ്റൽ, 10 കൽപ്പനകൾ. എന്താ ഇവിടെ? അല്ല, സഖാവ് വരാൻ വയ്യപ്പോ അറിവുള്ളവർക്ക് അറിവില്ല. തന്റെ അറിവ് ഇവിടെ പകരണ്ട, അവിടെ ഇരിക്കെ. ഇവിടെ അല്ലേ കൊടികൊണ്ട് കുത്തിയതല്ല. സഖാക്കളെ, നമ്മൾ ഒന്നിച്ച് ചോദിച്ചപ്പോൾ, ഉറക്കെ ശബ്ദിച്ചപ്പോൾ ന്യായമായ കൂലി തരാൻ മുതലാളിമാർ തയ്യാറായി. ഈ സമരവീര്യം, ഈ വർഗബോധം, അതാണ് നമ്മുടെ ശക്തി. അത് നമ്മൾ കാത്തു സൂക്ഷിക്കണം. സഖാവേ, ഞങ്ങളുടെ കാര്യം, ഈ പെണ്ണുങ്ങളുടെ കാര്യം മുതലാളിമാരെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുക. കുഞ്ഞേ, കുഞ്ഞേ, കുഞ്ഞേ. ആ, എന്താ വേണം കുഞ്ഞിക്ക്? എന്നാ വേലയെ കാണിച്ചേ? മുതലാളി കളപ്പരെ കാത്തിരിക്കുക. മുതലാളി കളപ്പര ഇരിക്കത്തേ ഉള്ളൂ. ചോദിക്കാനും പറയാനും ഞങ്ങൾക്കിപ്പോ ആളുണ്ട്. എങ്ങാണ്ടൊന്നു വന്ന ഒരുത്തനെ കണ്ടോണ്ട് നീ ഒന്ന് നെഹളിക്കരുത്. മുതലാളിയുടെ സ്വഭാവം അറിയാമല്ലോ. എന്നോട് അത്രയ്ക്കങ്ങ് പൂതിയാണെങ്കിലേ പകൽ വെട്ടത്ത് നാട്ടുകാർ കാങ്ക കഴുത്തിലൊരു ചരടും കെട്ടി എന്നെ പൊറപ്പിക്കാൻ പറ തമ്പ്രാനോട്. എന്ന് പറഞ്ഞിട്ട് നാവിന്റെ മോളെ നിന്റെയൊക്കെ മുതലാളിക്ക് അന്തിക്കൂട്ടിന് പെണ്ണിനെ കൊണ്ട് കൊടുക്കണമെങ്കിലേ നിന്റെ അവളുമാരെ കൊണ്ട് കൊടുക്ക. കുഞ്ഞി, എന്റെ കാരണത്തിൽ അടിക്കാൻ അടിക്കാൻ അടിക്കാൻ. ഈ അടി നിനക്കിട്ടല്ല, നിന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ച നിന്റെ മുതലാളിക്കിട്ട. ചെന്ന് പറഞ്ഞേരെ, തമ്പ്രാക്കന്മാരുടെ കളപ്പുരയിൽ കൂട്ടുകിടക്കാൻ പാടത്ത് പണിയുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പെണ്ണിനെ പോലും ഇനി കിട്ടില്ലെന്ന്. പോയി കിടന്നോ. തമ്പി, അദ്ദേഹം കാര്യങ്ങളൊക്കെ നമ്മുടെ കൈവിട്ട് നിൽക്കുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ മാത്രമല്ല, നാട്ടിൽ എല്ലായിടത്തും തലപൊക്കി കഴിഞ്ഞു. അതുകൊണ്ട് അവനെ തല്ലാനും കൊല്ലാനും ചെന്നാൽ പ്രശ്നം കൂടുതൽ വഷളാകും. അവനെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഒഴിവാക്കണം. ഇതാ വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നേതാവ് ഇന്നലെ കൊടുത്തയച്ച അടി ഇവിടെ കിട്ടി. എനിക്കൊരു സ്വഭാവമുണ്ട്. ആരെങ്കിലും ഇങ്ങോട്ടൊരു സമ്മാനം തന്നാൽ ഞാനും ഒരു സമ്മാനം തിരിച്ചു കൊടുക്കും. അത് കൊടുത്തയക്കില്ല, നേരിട്ട് വിളിച്ചു കൊടുക്കണം. അതിനാ ഇവിടെ വിളിപ്പിച്ചത്. അതായത് കണ്ടോ, എന്റെ വീട്ടു സാമാനങ്ങൾ മുഴുവൻ അടിച്ച് നശിപ്പിച്ചു, വീട്ടിലെ പെണ്ണുങ്ങളെ ആക്രമിച്ചു, തുറുവിന് തീ വെച്ചു. ഇതെല്ലാം ആരാ ചെയ്തത്? നേതാവ്. നേതാവ് തന്നെ. മുതലാളിയെ കയ്യേറ്റം ചെയ്തു, ദേഹോപദ്രവം ഏൽപ്പിച്ചു. പോലീസിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. അവരിപ്പോ വരും. കൊള്ളാം, മുതലാളിമാരുടെ ബുദ്ധി കൊള്ളാം. ഭവനഭേദനം, തീവച്ച് നശിപ്പിക്കൽ, കൊള്ള, കയ്യേറ്റം. ഇനി ഞാനായിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ?
വിലങ്ങി വെക്കണം. കുറ്റവും വകുപ്പൊക്കെ നേരത്തെ തീരുമാനിച്ചല്ലേ വന്നിരിക്കുന്നത്. കള്ളക്കേസിൽ കുടിക്കുന്നതുകൊണ്ട് എന്റെ കൈകൾക്ക് ഇപ്പം നിങ്ങൾക്ക് വിലങ്ങ് വെക്കാം. പക്ഷെ കുട്ടനാടൻ പാടങ്ങളിൽ അന്യായം വിതച്ചും കൊയ്തും തിന്റേക്ക് പത്തായപ്പുരകൾ നിറയ്ക്കാമെന്ന് കരുതണ്ട. പാടുപെട്ട് പണിയെടുക്കുന്ന തൊഴിലാളി വർഗം ഒരുമിച്ച് കൈ ഉയർത്തി മുദ്രാവാക്യം വിളിച്ചാൽ തകർന്നു വീഴുന്ന അടിസ്ഥാനം ദ്രവിച്ച പഴകിയ മൺകോട്ടയാണ് മുതലാളിത്തം. ഓർമ്മയിരിക്കട്ടെ, ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഇതുപോലെ അന്യായത്തിന്റെ കുറെ കൈവിലങ്ങൾ. പക്ഷെ കിട്ടാനുള്ളത് മനുഷ്യാവകാശത്തിന്റെ പുതിയൊരു ലോകം. ഇൻസ്പെക്ടർ ദണ്ഡപാണി ഇതുവരെ ഇടിച്ചത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെയാണ്. ഇനിയൊരു പഴയ കടം തീർക്കാനുണ്ട്. മതിയായ സഖാവ് ശ്രീധരന്റെ ഭാര്യയെ മാനഭംഗപ്പെടുത്തി കൊന്ന് കടലെറിഞ്ഞ ഇൻസ്പെക്ടർ ദണ്ഡപാണി അന്ന് ശിവനടിച്ചത് കൈകൾ വിലങ്ങിലിട്ടല്ല, ആണുങ്ങളെ പോലെ നേർക്ക് നേർക്ക്. ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചിട്ട് താഴെ ഇരിക്കെ. അയച്ചു വിടാൻ മോളറിഞ്ഞോ? നമ്മുടെ ശിവനെ അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ശങ്കരനാ പറഞ്ഞത്. കണ്ടമാനം ഇടിയും കൊടുത്ത് ലോക്കപ്പിൽ ഇട്ടിരിക്കുക. ദേവകമേ, എനിക്ക് ശിവനെ ഒന്ന് കണ്ടാ കൊള്ളാവുന്നുണ്ട്. ശങ്കരനോട് ചോദിക്കോ എന്തെങ്കിലും വഴിയുണ്ടോന്ന്? എങ്ങനെ കാണാനാ കുഞ്ഞെ? ലോക്കപ്പിൽ കിടക്കുന്ന ആളിനെ കാണാൻ പറ്റുമോ? എന്താ? ഞങ്ങളുടെ സഖാവ് ശിവനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഈ സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ട്. വിട്ടയക്കണം. സഖാവ് ഹീസ് എ ക്രിമിനൽ. കുട്ടനാട്ടിൽ ഒരു പ്രമാണിയെ വധിക്കാൻ ശ്രമിച്ചു. നോ, പോലീസ് ഫ്രെയിം ചെയ്ത കള്ളക്കേസാണ്. കള്ളക്കേസ്? അതെ, തൊമ്മിച്ച മുതലാളി വീട്ടിൽ വിളിച്ചു വരുത്തി ചതിക്കുകയായിരുന്നു. സാക്ഷികളുണ്ട്. സാക്ഷികളും വക്കീലും വിസ്താരവും ഒക്കെ കോടതിയിൽ വിട്ടയക്കുന്ന പ്രശ്നമില്ല. കോർട്ട് ഓർഡറുമായി വന്നാലോ? കൊണ്ടുവാ, അപ്പൊ നോക്കാം. സാർ, ഒന്ന് സമാധാനമായി സംസാരിക്കാൻ സൗകര്യം കിട്ടിയില്ല ഇതുവരെ. എന്നെ മനസ്സിലായോ സാറിന്? പാർത്ഥസാരസ്വാമിയുടെ വീട്ടിൽ നിൽക്കുന്ന അടിച്ചുതലിക്കാരി ദേവകിയമ്മയുടെ മോന, രക്ഷക്കാരൻ. നിങ്ങളോടൊക്കെ എനിക്ക് വലിയ ബഹുമാനമാണ്. എനിക്ക് മാത്രമല്ല, പോലീസിൽ പലർക്കും. പാവപ്പെട്ടവർക്ക് വേണ്ടിയാ നിങ്ങൾ ഈ കഷ്ടപ്പെടുന്നതെന്ന് എല്ലാവർക്കും അറിയാം. കാക്കിയിട്ട് പോയില്ലേ സാറേ? സ്വാമി വാങ്ങിത്തന്ന ജോലിയാ. അവിടുത്തെ കാര്യം ആകെ കുഴപ്പത്തില്ല. കാര്യമൊക്കെ സ്വാമി അറിഞ്ഞു. സ്വാമി മോളെ ഒരുപാട് തല്ലി. അപ്പം ഒരുതരം വീട്ടുതടങ്കലിലാന്ന് അമ്മ പറഞ്ഞത്. ചായയോ വീഡിയോ വല്ലതും വേണോ? വേണ്ട. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ശരി.